ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PYQ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊരു PYQന്റെ ഗൈഡ് എടുക്കാന്ന് വെച്ചു. അപ്പോൾ ഗൈഡ് എടുക്കുമ്പോൾ അതിലെ ഫോക്കസ് എന്നോട് ഒരാൾ ചോദിച്ചതാണ്, അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ഒരാൾ ചോദിച്ചതാണ്. അപ്പം ആളുടെ കയ്യിൽ ഫോക്കസിന്റെ ആണ് ഉള്ളത്. പല പല ഇതിന്റെ ഉണ്ട്, ടാലന്റിന്റെ ഉണ്ട്, ലക്ഷ്യയുടെ ഉണ്ട്. ഇത് ഫോക്കസിന്റെ ഒരു ഇന്റർവ്യൂ. അപ്പൊ ഞാൻ അതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഫോക്കസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ PYQന്റെ ഗൈഡ് നമ്മുടെ കയ്യിലുണ്ടെന്ന് നോക്കുക. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ സിലബസ് കവർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ എടുക്കും, ആ ക്വസ്റ്റ്യന് കുറെ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നമ്മൾ എങ്ങനെയാ പഠിക്കണ്ടേ, എന്താ പഠിക്കണ്ടേ, അപ്പൊ കൺഫ്യൂഷൻ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാ പഠിക്കേണ്ടതെന്നാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പൊ PVC ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സിലബസ് തീർക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സിലബസ് കവർ ചെയ്യുന്നതാണ് നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് സിലബസ് തീരും. അതായത് ഇപ്പം നമുക്കിനിയിപ്പം ജൂലൈ 18-നാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. കമ്പനി ബോർഡ് LGSന്റെയും ബെപ്കോ LDCയുടെയും പ്രിലിംസ് എന്ന് പറയുന്നത് ജൂലൈ 18-നാണ്. അതിനു മുന്നേ നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള ഈ 2026 നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നമുക്ക് കയറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു വ്യക്തമായ ടൈം ടേബിൾ ഒരു 60-70 ദിവസം കൊണ്ട് തീർക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പം എൻ്റെ ചാനലിൽ ഷോർട്സിൽ ഞാൻ ഓരോ ദിവസം പോർഷൻസ് ഇടുന്നത്. ഇപ്പൊ 70 ദിവസം കഴിഞ്ഞ് മൊത്തം നമുക്കൊരു ജൂലൈ ആദ്യം തീരുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ജൂലൈ ആദ്യം തീർന്നിട്ട് ബാക്കിയുള്ള 10-15 ദിവസമെങ്കിലും മൊത്തം റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ പ്ലാന്. അതുകൂടാതെ സിലബസ് എങ്ങനെ PYQ ഉപയോഗിച്ച് പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണ് എനിക്ക് ഇച്ചിരിയും കൂടി കൂടുതൽ പെട്ടെന്ന് സിലബസ് കവറായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒരേ മെത്തേഡ് വലിക്കണം എന്നില്ല, ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഇത് എൻ്റെ ഇതാണ്. അങ്ങനെ പഠിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അവർക്ക് ഉപയോഗമായിരിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, പോർഷനായിട്ട് തന്നെ പഠിക്കണം. അപ്പം ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. PYQ ഉപയോഗിച്ച് പഠിച്ചിട്ട് പെട്ടെന്ന് സിലബസ് കവറായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവീന്റെ മുഖ്യ പരീക്ഷയിലെ മാർക്ക് വിവരം. ഏകദേശം LGSന്റെ പ്രിലിംസിനും ഇത് തന്നെയാണ്. അപ്പം ഞാൻ ലാസ്റ്റ് ഗ്രേഡിന്റെ മുഖ്യ പരീക്ഷയുടെ മെയിൻസിന്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അത് തന്നെ ഏകദേശം പഠിച്ചാൽ നമുക്ക് പ്രിലിംസും ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രിലിംസിന്റെ ഇത് തന്നെ എടുത്ത് ഇങ്ങനെ നോക്കിയാലും മതി. ഞാൻ 10th ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞതുപോലെ പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20, സയൻസ് 10, പൊതുജനാരോഗ്യം 10, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും മാത്സ് 20 മാർക്ക്. ഇങ്ങനെയാണ് ഇതിലെ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത്. ഒരു 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ പൊതുവിജ്ഞാനത്തിൽ ഒരു പോർഷനാണ് ഞാൻ എടുത്തിട്ട് ഞാൻ പറയുന്നത്. അതായത് GKയിൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് വെച്ച് നമ്മൾ PYQ എങ്ങനെ പഠിക്കാം. അപ്പൊ 40 മാർക്കിൽ പൊതുവിജ്ഞാനത്തില് നമ്മുടെ ഇതില് GKയിൽ മൂന്നാമത്തെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങളുമാണ് 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഈ 5 മാർക്കിന് പഠിക്കുന്ന ഈ പോർഷൻ നമ്മൾ സിലബസ് അടിസ്ഥാനത്തിൽ എങ്ങനെ കവർ ചെയ്യാന്ന്. അപ്പം ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മൗലിക അവകാശങ്ങൾ വരും, അമെൻമെന്റ്സ് വരും, ആർട്ടിക്കിൾസ് വരും, പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ വരും, ആമുഖം, ഭരണഘടനാ ഭേദഗതികൾ, അങ്ങനെ കുറച്ച് പോർഷൻസ് വരും. അപ്പൊ ആ പോർഷൻസ് അങ്ങനെയുള്ള പോർഷൻസ് അത് ഏതൊക്കെയാണ് ഒരു പൗരന്റെ അവകാശങ്ങൾ, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ ചോദ്യം ചോദിക്കുന്നതെന്ന് നമ്മൾ സിലബസിൽ മനസ്സിലാക്കണം.
ഇത് ഇവർ ചോദിക്കുന്നത് ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പൊ പഠിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുമായിരിക്കും. ഞാൻ പറയാം, ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നതിൽ വരുന്നത് ഭരണഘടനാ ഭേദഗതികൾ, ആമുഖം, പിന്നെ ആർട്ടിക്കിൾസ് വരും. അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് അതിൽ വരിക. അപ്പം ഇതിലൊരു 31 25/1/2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 31ാമത്തെയും 32ാമത്തെയും ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ 25/1/2025 10th പ്രിലിംസിന് നടന്ന ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ PYQ നോക്കാണ്. അപ്പൊ നമ്മൾ 31ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ നമ്മൾ ഒരു സിലബസ് എടുത്ത് വെക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിലബസിന്റെ പ്രിന്റ് നമ്മുടെ കയ്യിലുണ്ടാവണം, അല്ലെങ്കിൽ സിലബസ് നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഗൈഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, LGS ആയിട്ട് ബന്ധപ്പെട്ട ഗൈഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിലുണ്ടാവും, അതാണെങ്കിലും മതി. എന്നിട്ട് ആ സിലബസ് എടുത്ത് വെച്ചിട്ട് ഒരു പ്രിന്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ പ്രിന്റ് എടുത്തിട്ട് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങൾ, അപ്പം നമ്മൾ സിലബസിലെ മൗലിക അവകാശങ്ങൾ എന്നുള്ള പോർഷൻ അടയാളപ്പെടുത്തണം. നമ്മൾ ആ പോർഷൻ പഠിക്കുവാണ് സിലബസിലെ. അപ്പൊ സിലബസിലെ മൗലിക അവകാശങ്ങൾ എന്നുള്ള പോർഷൻ പഠിച്ചു കഴിയുമ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് ഈ പോയിന്റ്സ് വന്നേക്കുന്നത്. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലികാവകാശം. മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്ക. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതി. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം. നിലവിലെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 1978 44ാം ഭേദഗതി. നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ഇത്രയും പോയിന്റ്സ്, മൗലിക അവകാശങ്ങളുടെ ഇത്രയും പോയിന്റ്സ് ആ ഒരൊറ്റ PYQവിന്റെ ഇത് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ എക്സ്ട്രാ പോയിന്റ്സ് ചിലപ്പോൾ നമ്മൾ അടുത്ത ബുക്ക് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ കിട്ടും. ഈ നോട്ട്, ഈ ഗൈഡ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചു, അത് സിലബസിൽ മാർക്ക് ചെയ്യുമ്പോൾ സിലബസിന്റെ അടുത്ത് എഴുതി വെച്ചേക്കുക, ഫോക്കസ് ഇന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രാമത്തെ ചോദ്യം അവിടെ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നാളെ പഠിക്കുമ്പോൾ അത് തന്നെ റിവിഷൻ ചെയ്യണം. നിങ്ങൾ ആ സിലബസിൽ ആ പോർഷൻ പഠിച്ചത് ഇങ്ങനെയാണ്, അപ്പം അത് റിവിഷൻ ചെയ്യുമ്പോൾ അങ്ങനെ വേണം റിവിഷൻ ചെയ്യാൻ. അല്ലാതെ വേറെ നോട്ടോ വേറെ ഗൈഡോ എടുത്തിട്ട് റിവിഷൻ ചെയ്യരുത്. ഇങ്ങനെ എടുത്തിട്ട് അത് റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ബുക്ക് ഉണ്ടാവണം. നമുക്ക് ഒരു ബുക്ക് എടുത്തിട്ട് ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സോ ഷോർട്ട് നോട്ടോ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ അകത്തും നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ ഇവിടെ എങ്ങനെ എഴുതി വെച്ചു എന്ന്. അപ്പൊ ആ ബുക്ക് എഴുതി വെച്ച് കഴിയുമ്പം അടുത്ത എവിടുന്നെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒരു PYQ എടുത്ത് നോക്കുമ്പോൾ നമുക്കിത് കൂടാതെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതോ ചോദിക്കാൻ ചാൻസ് ഉള്ളതോ ആയ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ഒരു ഇത് ചെയ്യുമ്പോൾ, റിവിഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഒരു OMR ടെസ്റ്റ് ചെയ്യുമ്പോഴോ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെയും കൂട്ടിച്ചേർക്കണം. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് 100 ക്വസ്റ്റ്യൻസ്, അതിൽ 40 കൂട്ടിക്കോ, പൊതുവിജ്ഞാനമാണല്ലോ നമ്മൾ പറയുന്നത്, 40 ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ സിലബസിലെ 40 പോർഷൻസ് നമ്മൾ കവർ ചെയ്യുക. ഇങ്ങനെ കവർ ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഈ പോർഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണോ പെട്ടെന്ന് സിലബസ് കവർ ആകുന്നതെന്ന് നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ എളുപ്പമായി തോന്നുന്നത് അല്ലെങ്കിൽ നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡ് ഉപയോഗിക്കുക. ഇത് എൻ്റെ മെത്തേഡാണ്. അപ്പോൾ നമ്മളൊരു PYQ വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്നുള്ള പോർഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്നുള്ള പോർഷൻ സിലബസിൽ കവർ ചെയ്തു. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത് എവിടുന്ന കടമെടുത്തേ, നമ്മൾ ഭരണഘടനയുടെ ആമുഖം എവിടുന്ന് കടമെടുത്തു,
ഭരണഘടനയിൽ ഓരോ സംഭവങ്ങളും നമ്മൾ ഓരോ രാജ്യത്തു നിന്ന് കടമെടുത്തിട്ടാണ് നമ്മൾ ഇത്. അപ്പം അത് എവിടുന്ന് കടമെടുത്തു എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രീവിയസ് വരുന്നതാണ്. അപ്പം ഇതിന്റെ അപ്പം നമ്മൾ അടുത്ത പോർഷൻ അടുത്തത് മാർക്ക് ചെയ്യുക. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ രാജ്യത്തിന്റെ പല ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ കടമെടുത്ത ആശയങ്ങൾ എന്നുള്ള ഒരു ഹെഡിങ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട് നമുക്ക് നമ്മുടെ സിലബസിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ടോപ്പിക്സ് ഉണ്ട്. ഇതിപ്പോ നോക്കിക്കോ, ഇന്ത്യൻ ഭരണഘടന വിവിധ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ, അതാണ് അതിന്റെ ഹെഡിങ്. അത് നമുക്ക് ഒരുപാട് പ്രീവിയസ് ചോദിക്കാനുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ബ്രിട്ടനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, അയർലൻഡ്, ദക്ഷിണാഫ്രിക്ക, റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാ? ബ്രിട്ടനിൽ നിന്ന് ഏക പൗരത്വം, അതങ്ങനെ ഒരു നോട്ട് ഞാനൊരു എക്സാമ്പിളിന് ഇവിടെ കൊടുത്തതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കടമെടുത്തേക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ ആ പോർഷൻ പഠിച്ചില്ലേ സിലബസിൽ? ഇങ്ങനെയാണ് നമ്മൾ ഒരു PY. അപ്പൊ സിലബസിൽ നമ്മൾ അടുത്ത പോർഷൻ പഠിച്ചു, ആശയങ്ങൾ, കടമെടുത്ത ആശയങ്ങൾ. അപ്പൊ ആദ്യത്തെ ഏതാ പറഞ്ഞിരുന്നത്? മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ. ഇത് എവിടുന്ന് കടമെടുത്തു? അപ്പൊ ആ 2 പോർഷൻസ് പഠിച്ചു. അതുപോലെ ഭേദഗതികൾ ഭേദഗതികൾ വരുമ്പോൾ നമ്മൾ 4 ഭേദഗതികൾ അതിലുണ്ട്, അല്ലെങ്കിൽ 4 ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ 4 ആർട്ടിക്കിളിന്റെ കൂടെ കുറച്ച് കൂടുതൽ ആർട്ടിക്കിൾസ് നമ്മൾ അതിൻ്റെ അകത്ത് PYQന്റെ അകത്ത് ഉണ്ടായിരിക്കും. ഞാനൊരു എക്സാമ്പിളിന് കൊടുക്കാം, ക്വസ്റ്റ്യൻ കൊടുക്കുന്നില്ല, എക്സാമ്പിളിന് അത് എന്താന്ന് കൊടുക്കും. അപ്പോൾ ഇത് അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ അമെൻമെന്റ്സിന്റെ, ഭേദഗതികളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാന്ന് വെച്ചു. അപ്പൊ ഭേദഗതികളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പം അതിൽ അവർ ആൻസർ കൊടുത്തിരിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറെ ഭേദഗതികളുടെ പേരുകൾ. കുറെ ഭേദഗതികളുണ്ട്. ഇപ്പൊ കറണ്ട് ആയിട്ട് വന്നിരിക്കുന്നതാണ്, 2023 വന്നാണ് 106-ാം ഭേദഗതി, നാരി ശക്തി വന്ദൻ അധിനിയം. അതെന്താണെന്നറിയാവോ? അതായത് സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടി അവരുടെ ഒരു സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് ആ ഭേദഗതി. അതൊക്കെ ഇപ്പൊ കറണ്ട് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അത് കറണ്ട് അഫയേഴ്സിലും ചോദിക്കാം, ഭേദഗതികളിലും ചോദിക്കാം. അപ്പം ഇങ്ങനെ ഒരു പട്ടിക എഴുതിയിട്ട് നമ്മൾ ഭേദഗതികൾ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നോടെ തറവാകും. അപ്പൊ നാളെ നമുക്ക് നോക്കാൻ ഒരു ഷോർട്ട് നോട്ടും കൂടിയാണ് ഇങ്ങനെ പട്ടികയായിട്ട് എഴുതുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭേദഗതികളാണ്. അപ്പൊ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു PYQ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഭേദഗതി എന്ന് വന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഒരു ഭേദഗതി എടുത്തുകൊണ്ട് മണിക്കൂർ ഇരിക്കുന്നതിനും ബെറ്റർ ആണ് ഒരു PYQ എടുത്തിട്ട് നമ്മൾ ഈ ഭേദഗതികൾ പഠിക്കുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഇങ്ങനെയാണ് PYQ ഇത് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതികൾ, ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഇതിനു മുന്നേ ഞാൻ ഒരാൾ പറഞ്ഞിട്ടാ ചെയ്ത്, ആൾക്ക് മനസ്സിലായോ, എങ്ങനെയാണ് ഫോക്കസിന്റെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആ കുറെ പോയിന്റ്സ് വരുമ്പോൾ അതെങ്ങനെയാ കവർ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് കാണുന്ന ആൾക്കാര് അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. മനസ്സിലാകുന്നുണ്ടെങ്കിലും മനസ്സിലായില്ലെങ്കിലും അതൊന്ന് രേഖപ്പെടുത്തണേ. എനിക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കമന്റും ചെയ്യാം. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമാണോ എന്ന് പറയണം. പിന്നെ ഇങ്ങനെ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കൂടി കമന്റ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. അപ്പൊ താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.